ഹലോ ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഒരു ട്രേഡ് സെറ്റപ്പും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ആണ്. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ട്രേഡ് സെറ്റപ്പിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു ഈ ഒരു ലെവൽ. അതായത് 25,900 മുതൽ 25,860 വരെയുള്ള ഏരിയ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ആ ഒരു ലെവല് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. അതായത് 760 ആയിരുന്നു നമ്മളെ ഒരു ടാർഗറ്റ് പറഞ്ഞത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാനിൽ തന്നെ ആ ലെവല് മാർക്കറ്റ് താഴേക്ക് ക്രോസ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴേക്ക് വന്നു. അപ്പൊ അവിടുന്ന് മാർക്കറ്റ് നേരെ റിവേഴ്സ് ആയി മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നാളത്തേക്കുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിഫ്റ്റി ഇപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരു വ്യൂവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നമുക്ക് ഒരു അപ് സൈഡിലേക്ക് ഞാൻ പേഴ്സണലി നോക്കുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ, അതായത് ഇന്നത്തെ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ് സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അതായത് 25,923 മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ് സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 970 നമുക്കൊരു ടാർഗറ്റ് വെക്കാം. അതേപോലെ തന്നെ 26,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം 26,000 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 26,100 അതുപോലെ തന്നെ 26,143 ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,200 മുതൽ 26,214 നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവല്. അപ്പൊ അതേപോലെ തന്നെ നാളെ നമ്മളൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ നോക്കുന്നത് ഈ ഇന്നത്തെ ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്. അതായത് 25,760 മുതൽ 25,730 വരെയുള്ള ലെവല് ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും നാളെ. അപ്പം ഈ ലെവലിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ ഈ റേഞ്ചിനുള്ളിൽ നിൽക്കാനുള്ള പോസിബിലിറ്റിയാണ് വളരെ കൂടുതൽ. അപ്പം ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഓപ്പൺ ചെയ്ത് താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാൻ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിന്റെ ഒരു നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 25,650 ഏരിയ ആണ്. അപ്പൊ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ താഴേക്ക് അത്യാവശ്യം മാർക്കറ്റിന് പോകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു 50 മൂവിംഗ് ആവറേജ് ആണ് ഈ 25,650 ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ആ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിന്റെ താഴേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫർദർ ഫാൾ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ മാർക്കറ്റിൽ നമുക്ക് നോക്കിയിട്ടത് നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു 50 മൂവിംഗ് ആവറേജ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. 25,650 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 25,450 വരെയുള്ള ഏരിയയിൽ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതിനിടയിൽ നമുക്ക് 25,600 അതുപോലെ 25,500 ഈ ലെവലൊക്കെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ ലെവൽസ് ഒക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സൂമിലൂടെ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ഉപയോഗിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങളുടെ സെറ്റപ്പുമായിട്ട് മാച്ച് ആണെങ്കിൽ മാത്രം നിങ്ങളിത് കൺസിഡർ ചെയ്യുക, ലെവൽസും കാര്യങ്ങളും കൺസിഡർ ചെയ്യുക. അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.